Okay, let's start. നമുക്കൊരു പുതിയ all of you listen here. Everybody listen here. നമുക്ക് ഷേപ്സിനെ കുറിച്ച് പഠിക്കാം. അതായത് പേജ് നമ്പർ 76. പേജ് നമ്പർ 76 ഷേപ്സ്. എല്ലാവരും എടുത്തേ. പ്രസന്റ് ടൈപ്പ് കേട്ടോ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്യുക. Then listen here. Don't make noise. Everybody silent please. Silent please. Mute ചെയ്തു unmute ചെയ്തു വെക്കുക. 76 സർക്കിള് റെക്റ്റാങ്കിൾ ചെയ്യേണ്ടതില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. Listen here. Okay. All of you take your page number, take your textbook, page number 76. എല്ലാവരും എടുത്തോ? 76. മക്കളെ കേൾക്കാൻ പറ്റുന്നില്ലേ മിസ് പറയുന്നത്? ഓക്കെ, ലിസൺ ഹിയർ. നന്നായി ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഓക്കെ, ഷേപ്സ്. നമുക്ക് ഷേപ്സിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ ഷേപ്സ്? Circle. Okay. Triangle. Square. Okay. First one. First shape is circle. എന്താ? Circle. ജാനകി. Circle. ഒന്ന് മുളുസേ നേരെ ഇരുന്നേ. ജയാൻ എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ ആദ്യം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഷേപ്പ് എന്താ? സർക്കിൾ അല്ലേ? ആ ഷേപ്പ് കണ്ടിട്ടുണ്ടോ മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും? കണ്ടിട്ടുണ്ടോ? പൈസ. ഓക്കെ, പൈസ ഉണ്ട്. പിന്നെ എങ്ങനെ? ബട്ടൺ. ഓക്കെ, ബട്ടൺ, പൈസ. പിന്നെ എന്താ സർക്കിൾ ഷേപ്പിലുള്ളത്? പിന്നെ എന്താ നിങ്ങൾക്ക് അറിയുന്നത്? ഒന്ന് മിസ്സിന് പറഞ്ഞു തന്നേ. പ്ലേറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. ബാങ്കിൾ, വള. ഓക്കെ, ബാങ്കിൾ, വള. ഓക്കെ, നെക്സ്റ്റ്. പിന്നെന്തറിയാം? സർക്കിൾ ഷേപ്പിലുള്ള വേറെ എന്താ ഉള്ളത്? നിങ്ങള് രാവിലെ കഴിക്കുന്ന ദോശയുടെ ആകൃതി എന്താ? സർക്കിൾ അല്ലേ? സർക്കിൾ അല്ലേ? അത് ഓർമ്മിച്ചാ മതി. ഓക്കെ. ഓ, ടയർ. വെരി ഗുഡ്, വെരി ഗുഡ്. ടയർ. അങ്ങനെ പല പല ആകൃതി, അതായത് പല പല എന്താ സർക്കിൾ ഷേപ്പിലുള്ള പല വസ്തുക്കളും നിങ്ങൾക്ക് അറിയാം അല്ലേ? പല സാധനങ്ങൾ അറിയാം. പൈസ, ബട്ടൺ, ടയർ, നിങ്ങൾ കഴിക്കുന്ന ദോശ, പ്ലേറ്റ്,
ബാങ്കിൾ. ആരാ സംസാരിക്കുന്നേ? ജയാൻ എന്താ? അപ്പൊ സർക്കിൾ ഷേപ്പ് എല്ലാവർക്കും അറിയാലോ. ഇനി എവിടെ കണ്ടാലും പറയൂലേ ഇത് എന്താ ഷേപ്പ്? സർക്കിൾ എങ്ങനെയാ വരയ്ക്കുന്നേ? എങ്ങനെയാ ഉണ്ടാവുക സർക്കിൾ? ദിസ് ഈസ് സർക്കിൾ അല്ലേ? This is circle shape. These have the shape of circle. അല്ലേ? ഇത് കോയിൻ ആണ്, ഇത് ബട്ടൺ ആണ്. പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വസ്തുക്കളൊക്കെ എന്താ? ടയർ, വള, ദോശ അല്ലേ? ഇതൊക്കെ സർക്കിൾ ഷേപ്പിലല്ലേ? നിഷാൻ എന്താ പറയുന്നേ? സർക്കിൾ വരച്ചോ? പേജ് നമ്പർ 76. 76. എടുത്തു വെച്ചോ? ആഫിയ കിടന്നിട്ടാണോ മോളെ ക്ലാസ് കാണുന്നേ? ആഫിയ കിടക്കുകയാണോ? എഴുന്നേറ്റിരിക്കുക കേട്ടോ. എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കിടക്കാൻ പാടില്ല, ഇരുന്ന് വായിക്കണം. ഓക്കെ, ഇരുന്ന് ക്ലാസ് കേൾക്കണം. നെക്സ്റ്റ് ഷേപ്പ് എന്താ നോക്കിയേ? റെക്റ്റാങ്കിൾ. എന്താ? rectangle. All of you say rectangle. Rectangle. വാതിൽ. വാതിൽ. ഓക്കെ, ഗുഡ്. വാതിൽ. പിന്നെ ബിസ്ക്കറ്റ്. വെരി ഗുഡ്. ബിസ്ക്കറ്റ്. റെക്ടാങ്കിളിലെ ബിസ്ക്കറ്റ് ഉണ്ട്, സർക്കിളുള്ള ബിസ്ക്കറ്റും ഉണ്ട് അല്ലേ? സർക്കിൾ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് ഇല്ലേ? കണ്ടിട്ടില്ലേ സർക്കിൾ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ്? ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ? ആരോ റൂട്ട് ബിസ്ക്കറ്റ്, മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെ സർക്കിൾ ഷേപ്പിലല്ലേ? മക്കളെ മിസ് പറയും. ആർക്കാ കളർ കൊടുക്കാൻ തിരക്ക്? മിസ് പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. മക്കൾ എന്തിനാ തിരക്ക് കൂട്ടുന്നേ? മിസ് മെല്ലെ സാവധാനല്ലേ ക്ലാസ് പോകുന്നുള്ളൂ. തിരക്ക് കൂട്ടണ്ട, മിസ് പറയുമ്പോ ചെയ്താൽ മതി. ഇപ്പൊ മിസ് പറയുന്ന ക്ലാസ് ശ്രദ്ധിക്കുക. ക്ലാസ് ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഈ ഷേപ്പ് ഒക്കെ നിങ്ങൾ വലുതാകുമ്പോൾ വലിയ ക്ലാസ്സിലൊക്കെ വേണ്ടുന്നതാണ്. ഇപ്പോഴേ പഠിച്ച് മനസ്സിലത് സ്ഥിരപ്പെടുത്തി വെക്കണം. എങ്കിലേ വലുതാകുമ്പോൾ ഇത് ഏതാ ഷേപ്പ് എവിടെയെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റണം. ഇത് ട്രയാങ്കിൾ ആണ്, ഇത് റെക്റ്റാങ്കിൾ ആണ്, ഇത് സർക്കിൾ ആണ്. ഓക്കെ ഓക്കെ നിങ്ങൾ എഴുതിയത് ഓക്കെ. ഇപ്പൊ മിസ് ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിക്കുക. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. കളർ ഓക്കെ മിസ് കളർ ചെയ്യാൻ പറയുമ്പോൾ മാത്രം കളർ ചെയ്താൽ മതി. നല്ല കുട്ടികളല്ലേ നിങ്ങള്? ഓക്കെ. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഉള്ള വസ്തുക്കൾ എന്തൊക്കെയാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ. വാതിൽ കണ്ടു അല്ലേ? പിന്നെ കവർ, ബിസ്ക്കറ്റ് കവർ ഉണ്ടല്ലേ? ഇവിടെ ലെക്കോർഡ് കവർ അല്ലേ? എന്താ? മിസ് കേട്ടില്ലേ? ഫോൺ. ഫോൺ. ഗുഡ്. ഫോൺ. ഏതാ? ടേബിൾ. ഓക്കെ, ടേബിൾ, ഫോൺ. പിന്നെ ഏതാ? പില്ലോ. ഓക്കെ, പില്ലോ. ഏതാ മോനെ? അലമാര. ഓക്കെ, അലമാര. ടേബാണോ പറഞ്ഞ? ബോക്സ്. ഓക്കെ. കണ്ണാടി. ഓക്കെ. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും തന്നെ നിരവധി വസ്തുക്കൾ ഉണ്ടാവും അല്ലേ? പല ഷേപ്പിലുള്ള വസ്തുക്കൾ. നിങ്ങൾ ഇങ്ങനെ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലായോ? ഇതേതാ ഷേപ്പ്, ഇതേതാ ഷേപ്പ് എല്ലാം നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം മക്കള്. ഓക്കെ. പിന്നെ നിങ്ങൾ എഴുതുന്ന നോട്ട്ബുക്കോ? നോട്ട്ബുക്കിന്റെ ഷേപ്പ് എന്താ? പറയൂ. വെരി ഗുഡ്. റെക്റ്റാങ്കിൾ. നോട്ട്ബുക്കിന്റെ ഷേപ്പ് എന്താ? റെക്റ്റാങ്കിൾ അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ രണ്ട് ഷേപ്പ് പഠിച്ചു. ഏതൊക്കെയാ? സർക്കിൾ,
സർക്കിൾ ഗുഡ് റെക്റ്റാങ്കിൾ അല്ലേ നെക്സ്റ്റ് തേർഡ് വൺ സ്ക്വയർ എന്താ സ്ക്വയർ ആ പിക്ചർ നിങ്ങൾ കണ്ടോ മക്കളെ സ്ക്വയർ കണ്ടോ അവിടെ ഓക്കെ ഏതാ മനസ്സിലായില്ല ബ്രെഡോ ഗുഡ് ആഫ്റ്റർനൂൺ ആയോ മുത്തേ ഗുഡ് മോർണിംഗ് അത്രല്ലേ ആയുള്ളൂ സമയം ആഫ്റ്റർനൂൺ ആയോ ആ ബ്രെഡ് ബ്രെഡ് എന്നല്ലേ പറഞ്ഞ ബ്രെഡ് പീസ് എന്നല്ലേ പറഞ്ഞേ ഓക്കെ ഓക്കെ ആ നെക്സ്റ്റ് ക്യാരംസ് ബോർഡ് അല്ലേ നിങ്ങൾ ക്യാരംസ് കളിക്കുന്ന ബോർഡല്ലേ അവിടെ കാണുന്നേ അത് കണ്ടിട്ടുണ്ടോ ക്യാരം ബോർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങള് ഓക്കെ സ്ക്വയറിന് ഓ വാങ്ങിയിട്ടുണ്ടോ ഓക്കെ അപ്പോ സ്ക്വയറിന് ഫോർ എക്സാമ്പിൾ വേറെ എന്താ ഉള്ളത് മക്കളെ സ്ക്വയർ ആയിട്ടുള്ള ഏതാ എന്നാ മുന്നുണ്ട ക്ലോക്ക് അല്ലേ ഓക്കെ ക്ലോക്ക് സ്ക്വയറിന് എക്സാമ്പിൾ തന്നെയാണോ അതെ അല്ലേ ചില ക്ലോക്ക് ചില ഷേപ്പിലുണ്ട് സ്ക്വയർ ആകൃതിയിലുള്ള ക്ലോക്കും ഉണ്ട് പല ഷേപ്പിലുള്ള ക്ലോക്ക് വരുന്നുണ്ട് അല്ലേ സ്ക്വയർ ആകൃതിയിലുള്ളതും വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് എന്താ ഉള്ളത് മക്കളെ സ്ക്വയറിലുള്ളത് എന്താ ഉള്ളത് എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ നിഷാൻ ആടാതിരുന്ന നിഷാൻ ഏതാ ട്രയാങ്കിളോ അത് പറയാം അല്ല സ്ക്വയറിന്റെ എക്സാമ്പിളാ നമ്മൾ പറയുന്നത് കാർഡ്ബോർഡ് അതെ കാർഡ്ബോർഡ് മുറിച്ച് സ്ക്വയർ ആകൃതിയിലുള്ള കാർഡ്ബോർഡ് ഉണ്ട് ഓക്കെ കാർഡ്ബോർഡിന്റെ പെട്ടി തന്നെ ഉണ്ട് അല്ലേ സ്ക്വയർ ആകൃതിയിൽ വരുന്നത് ക്യൂബ് കണ്ടിട്ടുണ്ടോ മക്കളെ നിങ്ങള് ഈ എന്താ പറയാ അതിന് നിങ്ങള് 4 ഭാഗം ഒരുപോലെ ആക്കുന്ന ക്യൂബ് കണ്ടിട്ടുണ്ടോ അത് സ്ക്വയർ ആകൃതിയിലല്ലേ അത് തന്നെ യൂബിസ് ക്യൂബ് ഓക്കെ അത് സ്ക്വയർ ആകൃതിയല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര ഷേപ്പ് പഠിച്ചു പറഞ്ഞേ സർക്കിൾ റെക്റ്റാങ്കിൾ സ്ക്വയർ ഇനി ഫോർത്ത് വൺ ട്രയാങ്കിൾ എന്താ ട്രയാങ്കിൾ പറഞ്ഞേ ട്രയാങ്കിൾ ട്രയാങ്കിളിന്റെ ആകൃതിയിലുള്ളത് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം ഒന്ന് പറഞ്ഞു തന്നെ മിസ്സിന് കൊടി ഓക്കെ ഓക്കെ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അല്ലേ പിന്നെ എന്താ അറിയാം പിന്നെ അവിടെ കാണുന്ന പിക്ചർ എന്താ നിങ്ങൾ കഴിക്കാറുണ്ടോ അതെ സാൻഡ്വിച്ച് ആണല്ലേ സാൻഡ്വിച്ച് കഴിക്കാറുണ്ടോ റബ്ബർ ഓക്കെ സമൂസ ഓക്കെ ഗുഡ് ഇറേസർ ഉണ്ടല്ലേ ട്രയാങ്കിളിലുള്ള ഇറേസർ റബ്ബർ ഉണ്ട് അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച റെക്റ്റാങ്കിളിനും ഇറേസർ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ റെക്റ്റാങ്കിളും ആകൃതിയിലല്ലേ ഇറേസർ കൂടുതലായി ഉണ്ടാവുന്നേ പല മോഡലിലും ഇറേസർ വരുന്നുണ്ട് ഇറേസർ ഇപ്പൊ ട്രയാങ്കിളിലെ ഇറേസർ ഫാത്തിമയുടെ കയ്യിലുണ്ടല്ലേ ട്രയാങ്കിൾ ഷേപ്പ് ആണോ ഫാത്തിമയുടെ കയ്യിലുള്ള ഇറേസറിൻ്റെത് അപ്പൊ നമ്മള് എത്ര ഷേപ്പ് പഠിച്ചു ഇനി എന്താ മക്കൾ ചെയ്യേണ്ടവരോ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ഓരോ ഷേപ്പും എന്താണെന്ന് കണ്ടുപിടിക്കണം ഇതെന്താ ഷേപ്പ് എന്ത് അനലൈസ് ചെയ്യണം മനസ്സിലായോ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ
Yes. ഓക്കെ, നമ്മളപ്പോ ഇന്ന് എന്തൊക്കെ ഷേപ്പ് പഠിച്ചു ഒന്ന് പറഞ്ഞ എല്ലാവരും. സർക്കിൾ, Circle. this is circle, okay, this is rectangle, square, triangle. അപ്പോ ഇത് എന്താ ഷേപ്പ് എന്നും അതിനുള്ള എക്സാമ്പിളും അതുപോലെ ഇത് എന്താ ഷേപ്പ് എന്നും എക്സാമ്പിളും ഓരോന്നിന്റെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഷേപ്സ് മനസ്സിലാക്കാനും അപ്പൊ അതേ ആകൃതിയിലുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കലും, അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ സയാൻ? നെക്സ്റ്റ് പേജ് നോക്കിയേ, പേജ് നമ്പർ 76. അതൊരു ആക്ടിവിറ്റി ആണ്, അത് ചെയ്യാനാണ് എല്ലാവർക്കും തിരക്കല്ലേ. ജോയിൻ ദ ഡോട്ട്സ്, കളർ ദ സർക്കിൾസ് ആൻഡ് റെക്ടാംഗിൾസ്. 77 പേജ് നമ്പർ 77 കുത്തുകൾ യോജിപ്പിച്ച്, അവിടെ കുറെ ഡോട്ട് ഇട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ കുത്തുകൾ യോജിപ്പിച്ച് സർക്കിളിനും റെക്ടാംഗിളിനും മാത്രം കളർ ചെയ്യുക. അത് ഏത് കളറാ വേണ്ടെന്ന് അതിന്റെ നടുക്ക് എഴുതിയിട്ടുണ്ട്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ബ്രൗൺ, ഓറഞ്ച്, പിങ്ക്, റെഡ്, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, പിങ്ക്. റെക്ടാംഗിൾ ഏതാ, റെക്ടാംഗിളിന് അത് ഏതാണ് റെക്ടാംഗിൾ അതിന്റെ സെന്ററിൽ എഴുതിയിരിക്കുന്ന കളർ അത് വെച്ച് കളർ ചെയ്യുക. അതേപോലെ സർക്കിൾ, സർക്കിളിന് ഏത് കളറാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ചാല് ആ കളർ കൊണ്ട് ഷെയ്ഡ് കൊടുക്കും. മനസ്സിലായോ? ഹൗ മെനി സർക്കിൾസ് ഡിഡ് യു കളർ? കൗണ്ട് ആൻഡ് റൈറ്റ്. എത്ര സർക്കിളിന് നിങ്ങൾ കളർ ചെയ്തു എന്ന് കൗണ്ട് ചെയ്ത് എണ്ണി അവിടെ എഴുതണം. അവിടെ ഒരു ബോക്സ് ഉണ്ട്, ചെറിയൊരു ബോക്സ്, അവിടെ എഴുതണം. നെക്സ്റ്റ് വൺ, ഹൗ മെനി റെക്ടാംഗിൾസ് ഡിഡ് യു കളർ? എത്ര റെക്ടാംഗിൾസിന് നിങ്ങൾ കളർ ചെയ്തു എന്ന് അവിടെ താഴത്തെ ബോക്സിൽ എഴുതണം. ഇത്രയാണ് നിങ്ങളുടെ ഹോംവർക്ക്. മനസ്സിലാവുന്നുണ്ടോ? നല്ല നീറ്റ് ആയിട്ട് ചെയ്യണം, സാവധാനം. ആദ്യം ഡോട്ടുകൾ യോജിപ്പിക്കുക, അതിനുശേഷം കളർ കൊടുക്കുക. പുറത്തൊന്നും ആകാതെ, അതായത് ആ ഷേപ്സിന് പുറത്താകാതെ കളർ കൊടുത്ത് മിസ്സിന് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ മാത്സ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ, എല്ലാവരും കേട്ടോ ഹോംവർക്ക് പറഞ്ഞത്? ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. അപ്പൊ മിക്സ് ചെയ്ത് 1-2 ആൾക്കാരെ കൊണ്ട് ഇപ്പം വായിപ്പിക്കുക. അതിനുശേഷം ചെയ്താൽ മതി. മിസ് ഹോംവർക്ക് തരും, 1 പ്രാവശ്യം 2 പ്രാവശ്യം വായിച്ചിപ്പിച്ച് മിസ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഹോംവർക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, മിസ് ആദ്യം വായിക്കേണ്ടത് ഹാനിയ മോളൊന്ന് വായിച്ചേ, ഷേപ്സ് വായിച്ചെന്ന് മിസ്സിന്. ആ ഷേപ്സ് മാത്രം താഴെ ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, rectangle, square, triangle. Good. ആഫിയ മോളൊന്ന് വായിച്ചേ. ആര് സംസാരിക്കണ്ട? സർക്കിൾ, ഓക്കെ, റെക്ടാംഗിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. നന്നായി വായിച്ചു പഠിക്കണേ മക്കളെ. ഷേപ്സ് എന്താണെന്ന് നിങ്ങളെ മനസ്സിൽ നന്നായിട്ട് നിങ്ങളുടെ വായിച്ചുകൊണ്ട് എന്നാലേ മനസ്സിലാവൂ. ആ ഷേപ്സ് എന്താണെന്ന് നോക്കി നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ധൻദേവ് മോനൊന്ന് വായിച്ചേ. ഓക്കെ, സ്ക്വയർ, ഗുഡ്. ഷെസിൽ, ഓക്കെ, rectangle. Next, ഷെസിൽ മോൻ വായിക്കേ. സ്ക്വയർ,
Square. Triangle. Triangle. Okay. Next. Ishida. Ishida. മോളൊന്ന് വായിച്ചേ. Circle, rectangle, square, triangle. Very good, very good. Nishan, മോനൊന്ന് വായിച്ചേ. This is a circle. Okay. This is Rectangle. a rectangle. This is a Square. This is a Triangle. triangle. Okay. Next. Rishan വായിച്ചോ മോനെ. Rishan, read loudly. ഉറക്കെ വായിക്കണേ. Circle. ടെക്സ്റ്റ് ബുക്ക് നോക്ക് മോനെ. ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കേ. സർക്കിൾ. വായിക്കാൻ പറഞ്ഞ വായിക്കാൻ ഭയങ്കര മടിയാണ്. ആണോ? വായിക്കണം മുത്തേ, നല്ലോണം വായിക്കണം. എങ്കിലല്ലേ മോനെ പഠിക്കണ്ടേ. മോനെ നന്നായി പഠിക്കണ്ടേ. അമ്മ വെറുതെ പറയല്ല അമ്മേ. ഓ നല്ല മോനല്ലേ. എന്നാ പെട്ടെന്ന് വായിച്ചേ. സർക്കിൾ. അമ്മക്ക് അടി കൊടുക്കാം മിസ് കേട്ടോ. മോൻ വായിക്കും. സർക്കിൾ, റെക്ടാങ്കിൾ. മോൻ ഉറക്കെ പറഞ്ഞ മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. ഓക്കെ, നന്നായിട്ട് വായിച്ചല്ലോ. അമ്മ വെറുതെ പറയല്ല അമ്മേ. മോൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വായിക്കണം കേട്ടോ. എത്ര പ്രാവശ്യം വായിക്കുന്നേ? 5 times വായിക്കണം. എത്ര പ്രാവശ്യം? 5 times. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. നെക്സ്റ്റ് ജാൻകി, മോളൂസ് ഒന്ന് വായിച്ചേ. മോളെ അൺമ്യൂട്ട് ചെയ്തേ. ജാനകി അൺമ്യൂട്ട് ചെയ്ത് വായിക്കും മോളെ. വായിക്കും. സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. ജാനകിക്ക് വായിക്കാൻ മടിയുണ്ടോ? ജാനകിക്ക് വായിക്കാൻ മടിയുണ്ടോ? അവളെ പഠിപ്പിക്കുന്ന ചേച്ചി വന്നില്ല. പഠിപ്പിക്കുന്ന ചേച്ചി വന്നില്ലേ? ഇല്ല. അതാരാ? അതിവിടെ അടുത്തുള്ളൊരു കൊച്ചു വരുന്നുണ്ടേ. ആണോ? ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ല. അവള് നല്ല മോളാണ്. മിസ് പറഞ്ഞ അനുസരിക്കൂലേ ജാനകി? ജാനകി ഒന്ന് മിസ്സിനെ നോക്കിയേ. മിസ് പറഞ്ഞ അനുസരിക്കൂലേ? മറ്റുള്ളവർ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. വായിക്കാൻ പറയുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ജാനകി, മിസ് ചോദിച്ചത് കേട്ടില്ലേ? മിസ് പറയുമ്പോ പറയുന്നത് അനുസരിക്കണം കേട്ടോ. പാരന്റ്സ് പറയുന്നത് അനുസരിക്കണം. ഇനി ആരാ വായിക്കാൻ ബാക്കിയുള്ളത്? ഹാനിയ വായിച്ചില്ല മോളെ?
ഫാത്തിമ വായിച്ചോ? ഹനിയ ഫാത്തിമ മോള് വായിച്ചോ? ഏ വായിച്ചോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത്? ഫാത്തിമ എം. ആ മോളിസ് വായിച്ചേ. സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ. പിക്ചർ നോക്കി പറയണേ. ആ പിക്ചർ മക്കളെ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. all of you listen here. ഈ പിക്ചർ നോക്കി തന്നെ നിങ്ങൾ പറഞ്ഞു പഠിക്കുക. ഓക്കെ, പിക്ചർ നോക്കി തന്നെ പറഞ്ഞു പഠിക്കുക. സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ മക്കളും വായിച്ചില്ലേ? ഇപ്പോ വായിക്കാത്തവരില്ലല്ലോ? മിസ്സിന് വിട്ടുപോയില്ലല്ലോ? മിസ് ഹോംവർക്ക് പറഞ്ഞത് എല്ലാരും കേട്ടല്ലേ? ഓക്കെ, ഇനി മിസ് ഇപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ആ ഹോംവർക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക. ഞാൻ നോക്കും എത്ര പേര് ചെയ്ത് തരുന്നുണ്ടെന്ന്. ഓക്കെ, നന്നായി തന്നെ ചെയ്യുക. ആദ്യം ഡോട്ടഡ് ലൈൻ ഒക്കെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വൺ കളർ ഫില്ല് ചെയ്യുക. കളർ ഏതാ ചെയ്യേണ്ടതെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അതിന്റെ താഴെയുള്ള 2 ക്വസ്റ്റ്യൻ, അതായത് എത്ര സർക്കിൾ ഉണ്ട്, എത്ര റെക്ടാങ്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് അതും അവിടെ ഇടുക. ഓക്കെ ഓക്കെ, ബൈ, സീ യു. നമുക്ക് അടുത്ത ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് 2 hour EVS ക്ലാസ് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഹോംവർക്ക് ചെയ്തു വെച്ചോ. ഓക്കെ ഓക്കെ, ബൈ, സീ യു.